ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വളരെയധികം പോഷക ഗുണമുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. ബ്രോക്കലിയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ബ്രോക്കലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ബ്രോക്കലി. നമ്മളുടെ കോളിഫ്ലവർ പോലെ ഉണ്ടാവും ഏകദേശം, പക്ഷെ ഗ്രീൻ കളർ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിൽ ധാരാളം ഫൈബറും ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ബ്രോക്കലി ഇതുപോലെ ഇതളുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇടയിലൊക്കെ പുഴുക്കളുണ്ടോ എന്നും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ ഇതുപോലെ ഇതളുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് ചൂടാക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ കോളിഫ്ലവർ ഒക്കെ ചെയ്യുന്നത് പോലെ ഇതിനി ഈ ഒരു വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരെങ്കിലും ഇട്ട് വെക്കണം. അപ്പോഴേ അതിൽ എന്തെങ്കിലും പുഴുക്കളോ വല്ല അണുക്കളോ ഉണ്ടെങ്കിൽ നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ച ബ്രോക്കലിയോടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ അരക്കഷ്ണ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞതായത് കൊണ്ട് തന്നെ അത്രയും സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നടുഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടാക്കാം. ഇനി അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുട്ട നന്നായിട്ട് ചിക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രോക്കലി മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 3 മിനിറ്റേ വേണ്ടൂ നമുക്ക് ഈ ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.